സിംഹാസനത്തിൽ വീട്ടിലിരിക്കുവാൻ സാധിച്ചില്ല. അവന് മുൻപ് ഒന്നാമത്തെ രാജാവ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതായ പ്രവാചകൻ മുഖാന്തരം അഭിഷേകത്തെ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട സഭയിൽ അഭിഷേകം ചെയ്യപ്പെട്ട അത് തന്നെ കാണുന്ന കൊട്ടാരത്തിൽ പാർക്കുവാനും സിംഹാസനത്തിൽ വീട്ടിലിരിക്കുവാനും രാജാവിന് എല്ലാവരും തന്നെ ബഹുമാനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വന്നു. അതുപോലെ ഒന്നുമല്ല, ഭാവിയിലെ വർഷങ്ങൾ താൻ കാട്ടിൽ വിളിച്ച് പാർക്കേണ്ടി വന്നു. ശത്രു ഭയത്തോടുകൂടെ താൻ മാറി പാർക്കേണ്ടി വന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സൗലിന്റെ മരണശേഷമാകുന്നു ദാവീദ് യഹൂദന്മാർക്ക് ഒന്നാമത് രാജാവായി. പിന്നീട് പിൻകാലത്ത് അവൻ സകല ഇസ്രായേൽ മക്കൾക്ക് രാജാവായിട്ട് അവൻ മാറ്റപ്പെട്ട സംഭവത്തെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിന് നമുക്ക് ഉണ്ടാകുന്നു. രാജാവ് മാത്രമല്ല, ഒരു പ്രവാചകനായിരുന്നു. പ്രവാചകൻ മാത്രമല്ല, നല്ലൊരു ഗായകനും നല്ലൊരു പാട്ടുകാരനും താനായിരുന്നു എന്ന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച വേദഭാഗത്തിന്റെ അനുഭവത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ നാം ആ ലോകത്തിൽ മറ്റ് എല്ലാവർക്കും കിട്ടുന്നതേക്കാൾ വലിയ സൗഭാഗ്യത്തിലേക്ക് എത്തിയിട്ടും അവർ തൃപ്തരല്ല. ഇനിയും എനിക്ക് വല്ലതും വേണമെന്നുള്ള ആഗ്രഹം എല്ലാം ഉണ്ടായിരുന്നു. പൊതുവെ നമ്മെ സംബന്ധിച്ച് നമുക്ക് ഇല്ലായ്മ വല്ലതും ഉണ്ടായാൽ ഇനിയും നമുക്ക് വലതും കൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നാം പ്രതീക്ഷിക്കും. രാവിലെ അങ്ങനെയല്ല. തനിക്കുള്ളതിൽ അവൻ തൃപ്തനായിരുന്നെങ്കിൽ അതിൽ നാം ഇത്രത്തോളം എന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ എന്റെ ഗ്രഹം എന്തുള്ളൂ എന്നൊക്കെ തനിക്ക് കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിലും അവന് സന്തോഷമുള്ളവനല്ല, തൃപ്തനല്ല. അപ്പം അത് സംബന്ധിച്ച് നാം പഠിച്ചു നോക്കുമ്പോൾ ഞാൻ ദേവതാക്കളൊക്കെ ഉണ്ടാക്കി അരമനയിൽ പാർക്കുമ്പോൾ ഇവിടെ ദൈവപ്പെട്ടത് ആയിരിക്കുന്നത് അല്ലോ ഇവിടെ ഒരു വലിയ സങ്കടം അവനെ അറിയിക്കുന്നത്. ദൈവത്തിന് മറന്നുകൊണ്ടാണ്. ഒരു ദിവസം നാദാം പ്രവാചകനെ വിളിച്ചു വരുത്തി തന്നോട് പറഞ്ഞു, ഇതാ ഞാനിങ്ങനെ ദേവതാക്കളുള്ള ആലയത്തിൽ പാർക്കുമ്പോൾ അരമനയിൽ പാർക്കുമ്പോൾ ഇവിടെ ദൈവപ്പെട്ട കീഴിൽ ആയിരിക്കുന്നല്ലോ എന്ന് സങ്കടം പറഞ്ഞു. എനിക്കൊരു ആലയം കൊടുത്താൽ കൊള്ളാമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മനസ്സ് പോലെ ചെയ്താല് എന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിലും പിന്നീട് പ്രവാചകൻ ദൈവത്തോട് രാത്രി ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, രത്നസിദ്ധിയത് കൊണ്ടും രോഗമായതുകൊണ്ടും ചുറ്റും ശത്രുക്കളുള്ളതുകൊണ്ടും ദാവീദിനെ കൊണ്ട് ആലയം പണിയാൻ പറ്റുകയില്ല. എങ്കിലും ഇതുവരെയും ഇങ്ങനത്തെ ആളുകൾ എന്റെ ആലയം സംബന്ധിച്ച് ആർക്കും ഉണ്ടായില്ലല്ലോ, ഞാനും ആരോട് ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ആവശ്യപ്പെടാത്ത ഒരു കാര്യം എനിക്ക് വേണ്ടി അവൻ ചിന്തിച്ചതുകൊണ്ട് അവനിപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രഭുവായിരിക്കുന്നു. ഇനി ഞാൻ അവനെ മഹാന്മാരുടെ കൂട്ടത്തിൽ അവന് വലിയൊരു പേര് കൂടെ കൊടുക്കാൻ പോകുന്നതിനൊക്കെ അതുകൊണ്ടാകുന്നു വർഷങ്ങളായിട്ട് ഇന്നും തന്നെ കുറിച്ചൊക്കെ നാം പഠിക്കുന്നു. ലോകമൊന്നും വേദപുസ്തകം പഠിക്കുന്നവർ ദാവീദിനെ കുറിച്ചൊക്കെ വളരെ മഹാനായിട്ടൊക്കെ പഠിക്കുവാൻ കാരണം അതുകൊണ്ടൊക്കെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ തന്നെ കുറിച്ച് ഉള്ളതായ ഒരു മത ഉദ്ദേശത്തിലേക്ക് നാം മനസ്സിലാക്കിയതിന്റെ അപ്പുറത്ത് ദൈവത്തെ കുറിച്ച് ദൈവിക കാര്യത്തെ കുറിച്ച് ചിന്തയുള്ളവരായിരുന്നു. ഇത് അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നിന്നും ഞാൻ നമ്മെ കുറിച്ച് മാത്രം ചിന്തയുള്ളവരാകാതെ ദൈവിക കാര്യങ്ങളെ കുറിച്ച് നാം ആരാവണം. വളരെ ഉത്തരവാദിത്വവും ചിന്തയും ഭാരമുള്ളവരായി മാറുവാൻ നാം മാറണം. അങ്ങനെ മാറ്റങ്ങൾ ഭവിച്ച പലരെ കുറിച്ച് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലും കാണാൻ പറ്റും. അവര് തെരുക്കളിൽ നിന്ന് ഒരു ചെറിയ സ്പീക്കറും വെച്ച് പരിശ്രമങ്ങൾ നടത്തുന്നു. മറ്റു ലഘുലേഖങ്ങൾ അവർ കഷ്ടപ്പെട്ട് പ്രിന്റിംഗ് ചെയ്ത് അതിനുവേണ്ടി പണം ചെലവാക്കി ഹോസ്പിറ്റല്, ജയില്, മറ്റു ജംഗ്ഷന്, പാർക്ക് ഏരിയയിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രം അവർ തൃപ്തരാകാതെ ദൈവിക കാര്യങ്ങളെ കുറിച്ച് ഉള്ളവരാണ് പലവിധത്തിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ നാം കൂടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് നമ്മോട് ചോദിച്ചാൽ നാം കൂടെ രചിതനായി തീരേണ്ടി വരും. അതിനാധാരിക്കത്തക്കതുപോലെ കിട്ടുന്ന അവസരം നോക്കുകയും നമ്മുടെ അയൽക്കാർ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ കൂടെ സഹകരിക്കുന്ന നാട്ടുകാർ, അല്ലെങ്കിൽ മുൻകരുതം ഇല്ലാത്ത വ്യക്തികൾ ഇവിടുത്തെ നാം സുവിശേഷം പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ ആന്തൂരിനൊക്കെ രക്ഷയിലേക്ക് കൊണ്ടുവന്നതായ ബദർ ഗുൽസർ എന്ന് പറയപ്പെട്ട ഒരു ശ്രേഷ്ഠ വിശ്വാസിയെ എന്റെ കൂടെ ആരാധിച്ചു പോകുന്നത് നല്ല വിശ്വാസിയാണ്. ആ പുള്ളിക്കാരനെ കുറിച്ച് എനിക്കറിയാം. ഒരു ദിവസം പുള്ളി എന്നെ തന്റെ കൂടെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ മാളകൻസിൽ ഞങ്ങൾ രണ്ടുപേരും ലഘുലേഖന വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു സഹോദരൻ ബൈക്കിൽ പോകുന്നു. പോയപ്പോൾ തനിക്ക് കൊടുത്തപ്പോൾ താൻ ബൈക്കിൽ ചവിട്ടി നിർത്തിയത് വാങ്ങിച്ചപ്പോൾ തന്നോട് വിശുദ്ധ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? പുള്ളി വളരെ വരാപരം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ കയറി നേരെ അവരുടെ വീട്ടിലേക്ക് എത്തി. ഞാൻ അധികമൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്കൊരു അടുത്ത് പെന്തക്കോസ്ത് സഭ പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും പരിഹാരമുണ്ടാകും, നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഇതിന്റെ സുവിശേഷങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. അവന് അടുത്ത ആഴ്ച തന്നെ പുള്ളി നമ്മൾ കാത്തിരിക്കോ സാധാരണ എന്റെ കയറാറ് ആയിരുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുവിന്റെ വൈഫ് റൂബിയുടെ സഭയിൽപ്പെട്ട് വേറെ 2-3 കുടുംബങ്ങളെയും ഇവിടെ നമ്മുടെ സഭയ്ക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു 10-15 പേരെ ഒറ്റ ആരാധനയിൽ പുതിയ കുടുംബം ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന്
ഭക്ഷിപ്പാനുണ്ട്, നമുക്ക് കിടപ്പാനുണ്ട്, നമുക്ക് ധരിപ്പാൻ വസ്ത്രമുണ്ട്, നമുക്ക് പാർപ്പാൻ വീടുണ്ട്, നമുക്ക് യാത്ര ചെയ്യാൻ വാഹനമുണ്ട്. ഇതൊക്കെ നാം ഇനി ഈ കാര്യങ്ങൾ ഇനി മെച്ചപ്പെടുത്താൻ വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രമിച്ചാട്ടെ, സാരമില്ല, അതൊക്കെ നമുക്ക് വേണം. എന്നാൽ പലതോടെ ദൈവത്തിന്റെ രേഖ കിടക്കുമ്പോ ഇത് സംബന്ധിച്ചുള്ള ചിന്താഗതി നമ്മെ ആരും ഭരിക്കുന്നില്ലല്ലോ. അങ്ങനെ തങ്ങളുടെ കാര്യങ്ങളിൽ തൃപ്തരാകാതെ ദൈവിക കാര്യങ്ങളില് മനസ്സ് വെച്ച പലരെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിക്കാൻ സാധിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാകുന്നു ദാവീദ്. ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നു, ഞാൻ പോലും ഇന്ന് വരെയും ആരോടും എനിക്കൊരു ആലയം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ എനിക്ക് എന്റെ കാര്യം സംബന്ധിച്ച് അവൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ഞാൻ അവനെ മഹാമാന വൃത്തത്തിൽ അവന്റെ പേര് വലുതാക്കുമെന്നൊക്കെ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നെഹെമ്യാവിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അവന് ജോലി ഉണ്ടായിരുന്നു രാജകൊട്ടാരത്തിൽ, രാജാവിന് വീങ്ങി കൊടുക്കുന്ന ജോലി, നല്ല ശമ്പളമൊക്കെ അവനെ കിട്ടിക്കാണ്. ഇതിലൊക്കെ അവൻ തൃപ്തനല്ല, അവന്റെ മുഖം ഒന്ന് മാറിയിരുന്നു. അപ്പോൾ രാജാവ് അവനോട് ചോദിച്ചു, നിന്റെ മുഖം എന്താ മാറിയിരിക്കുന്നത്? മറ്റു രോഗങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞേ, രാജാവെ എനിക്ക് ഈ വീങ്ങി കൊടുക്കുന്ന ജോലി പോരാ, എനിക്കൊരു പ്രമോഷൻ വേണം, കൊട്ടാരത്തിൽ ഒരു മേലധികാരിയായി എന്നെ മാറ്റിയാൽ കൊള്ളാമെന്നൊക്കെ ഞാൻ ചോദിച്ചത് അല്ലേ. എന്നെ അങ്ങനെ ചോദിച്ചത് എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന യെരുശലേം പട്ടണത്തിന്റെ വൻമതിലുകളൊക്കെ ഇടിഞ്ഞു കിടക്കുമ്പോ, എന്റെ പിതാക്കന്മാരെ അടക്കം ചെയ്ത് പിതാക്കന്മാരുടെ കഥകളുള്ള ദേശങ്ങളൊക്കെ ഇടിഞ്ഞ് തകർന്ന് വാതിലൊക്കെ പൊളിഞ്ഞു കിടക്കുമ്പോ ഞാൻ ദുഃഖമുഖമായി എനിക്ക് ദുഃഖിക്കാതിരിക്കുവാൻ എങ്ങനെ സാധിക്കും? അത് സംബന്ധിച്ച് രാജാവ് എന്താ പരിഹാരം എന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നീട് അവൻ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെയാകുന്നു സെരുബ്ബാബേലിന്റെ ആലയത്തിന് അടിക്കലിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് മതിൽ പണി